മാസ്റ്റർ കെ അക്കാഡമിയുടെ സയൻറ്റിഫിക് ഓഫീസറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. 2016 നമ്മുടെ കേരള PSC സയൻറ്റിഫിക് ഓഫീസറിനെ ബേസ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ചില ക്വസ്റ്റ്യൻസ് എളുപ്പത്തിലുള്ള രീതിയിൽ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 42 ആണ്. നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് ഫോർ D3 കോൺഫിഗറേഷൻ. D3 കോൺഫിഗറേഷന് എത്ര മൈക്രോ സ്റ്റേറ്റ്സ് പോസിബിൾ ആണെന്നുള്ളത്. സോ നമ്മൾ ആദ്യം നോക്കേണ്ടത് D3 ആണ് കോൺഫിഗറേഷൻ. സോ നമുക്ക് മൈക്രോ സ്റ്റേറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ മൈക്രോ സ്റ്റേറ്റിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ നോക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് രണ്ട് രീതിയിൽ നമുക്ക് മൈക്രോ സ്റ്റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നു കഴിഞ്ഞാൽ, രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രൗണ്ട് ടേം സിമ്പിൾസ് തന്നു കഴിഞ്ഞാൽ. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് മൈക്രോ സ്റ്റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ തന്നിരിക്കുന്നത് ടേം സിമ്പിൾ ആണോ അതോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണോ നോക്കുക. അപ്പോൾ ക്വസ്റ്റിനകത്ത് തന്നെ തന്നിട്ടുണ്ട് അതൊരു കോൺഫിഗറേഷൻ ആണ്. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള മൈക്രോ സ്റ്റേറ്റ് കണ്ടുപിടിക്കാം. സോ മൈക്രോ സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ മൈക്രോ സ്റ്റേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് മൈക്രോ സ്റ്റേറ്റ്സ് W n factorial divided by r factorial into n minus r the whole factorial. അപ്പോൾ n factorial divided by r factorial into n minus r the whole factorial. അതിനകത്ത് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഫാക്ടോറിയലും കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിയിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ കൊള്ളുമോ അതാണ് n-ന്റെ എണ്ണം. r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിയിൽ ഇപ്പോൾ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതാണ് r-ന്റെ എണ്ണം. അപ്പോൾ n-ന്റെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഗിവൺ ഓർബിറ്റൽ. തന്നിരിക്കുന്ന ഓർബിറ്റലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ കൊള്ളുമോ അതാണ് n. r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതാണ് ഇപ്പോഴത്തെ r എന്ന് പറയുന്നത്. സോ ഗിവൺ ഇലക്ട്രോൺസ് ഇൻ ഓർബിറ്റൽ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. വാല്യൂസ് ഒക്കെ അവർ തന്നെ തന്നിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ മൈക്രോ സ്റ്റേറ്റ്സ് W n ഫാക്ടോറിയൽ, ഡിയിൽ മാക്സിമം എത്ര എണ്ണം കൊള്ളും? 10 എണ്ണം കൊള്ളും. സോ 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. സോ 3 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ. n മൈനസ് ആർ എന്ന് പറഞ്ഞാൽ 10 മൈനസ് 3. 10 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 7 ഫാക്ടോറിയൽ. ഇനി എന്ത് ചെയ്താൽ മതി? ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ മതി. സിമ്പിളി ക്യാൻസൽ ചെയ്യാം. 1 into 2 into 3 into 4 into 5 6 7 8 9 10. ഓക്കെ, 1 into 2 into 3 ഇതും ക്യാൻസൽ ആയിപ്പോയി. 1 into 2 into 3 into 4 into 5 into 6 into 7. 7ഉം 7ഉം ക്യാൻസൽ ആയിപ്പോയി. 6ഉം 6ഉം ക്യാൻസൽ ആയിപ്പോയി. 5ഉം 5ഉം ക്യാൻസൽ ആയിപ്പോയി. 4ഉം 4ഉം ക്യാൻസൽ ആയിപ്പോയി. 2വിനെ 8 കൊണ്ട് വെട്ടി 4. പിന്നെ ഇവിടെ എന്തുണ്ട്? ഒരു 3 ഉണ്ട്. 3യെ 3 ഇതുകൊണ്ട് വെട്ടി 3 അല്ലേ. അപ്പം 4 into 3 into 10, 4 12, 12 into 10 120. സോ 120 മൈക്രോ സ്റ്റേറ്റ്സ് പോസിബിൾ ആണ് ആർക്ക്? നമ്മളുടെ D3 കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പോൾ സിംപിളി നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ എന്ന് പറയുന്ന എളുപ്പമുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് സിംപിളി എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും? നമ്മുടെ മൈക്രോ സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ ഈ D3 കോൺഫിഗറേഷന് പകരം അവർ സിമ്പിളായിട്ട് നിങ്ങളെടുത്ത് നമ്മളുടെ ടേം സിമ്പിളാണ് ചോദിച്ചെങ്കിലോ, ടേം സിമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം. സോ ഒരു ടേം സിമ്പിൾ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മൈക്രോ സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്നത് നോക്കാം. സോ ടേം സിമ്പിൾ സിമ്പിളി ഞാനിന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. നോക്കിക്കേ, P2 ഇതൊരു ടേം സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? ജനറലി ഒരു ടേം സിമ്പിളിനെ നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ജനറലി ഒരു ടേം സിമ്പിളിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് 2s + 1lj ആണ്. ഇതാണ് ജനറലി ഒരു ടേം സിമ്പിളിൻ്റെ റെപ്രസെൻറ്റേഷൻ. അതായത് എൽ എന്ന് പറയുന്നത് ഏതൊക്കെ വാല്യൂ ആകാം? എൽ എന്ന് പറയുന്നത് എസ് ആകാം, പി ആകാം, ഡി ആകാം, എഫ് ആകാം. ഇതിൽ ഏത് വേണമെങ്കിലും ആവാം, ഡിപ്പെൻഡിങ് അപ്പോൺ വാല്യൂസ്. എല്ലിൻ്റെ വാല്യൂ എന്ത് കിട്ടുമോ? എല്ലിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ എസ്, അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഈ ടേം സിമ്പിളിനെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും തമ്മിൽ ചെറിയൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ റൈറ്റ് സൈഡിൽ മുകളിലാണെങ്കിൽ അത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരിക്കും, ലെഫ്റ്റ് സൈഡിൽ മുകളിലാണെങ്കിൽ അതെന്തായിരിക്കും? ടേം സിമ്പിൾ ആയിരിക്കും. അപ്പോൾ ടേം സിമ്പിൾ തന്നിട്ട് നിങ്ങളെടുത്ത് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മൈക്രോ സ്റ്റേറ്റ്സിൻ്റെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളി നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങളുടെ ടേം സിമ്പിൾ, ഇത് നിങ്ങളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. രണ്ടിൻ്റെ കേസിൽ P2 രണ്ടും P2 തന്നെയാണ്. ഇവിടെ നമുക്ക് ടേം സിമ്പിൾസ് കണ്ടുപിടിച്ച് നോക്കാം. അപ്പം ഓൾറെഡി നിങ്ങൾക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നാൽ കണ്ടുപിടിക്കാൻ അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടേം സിമ്പിൾ തന്നാൽ എങ്ങനെയാണെന്ന് നോക്കാം.
ടേം സിമ്പലിന്റെ മൈക്രോസ്റ്റേറ്റ്സ് W എന്ന് പറയുന്നത് 2s+1 ഇൻറ്റു 2l+1 ആയിരിക്കും. 2s+1 ആണ് ഓൾറെഡി അവർ എത്ര തന്നേക്കുന്നത്? 2 തന്നേക്കുന്നത്. അപ്പം നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യമില്ല. അപ്പം 2 അതേ കണക്ക് തന്നെ എഴുതുക. പിന്നെ 2l+1, പിയുടെ എൽ വാല്യൂ എത്രയാണ്? എസിന്റെ എൽ വാല്യൂ 0, പിയുടെ എൽ വാല്യൂ 1. അപ്പം 2 ഇൻറ്റു 1+1, 2 ഇൻറ്റു 1 1, 2+1 3, 3 ഇൻറ്റു 2 6 മൈക്രോസ്റ്റേറ്റ്സ് പോസിബിൾ ആണ്. ഇത് P2 എന്ന് പറയുന്ന ടേം സിമ്പലിന്. എന്നാൽ അതേ കണക്കുള്ള P2 എന്ന് പറയുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷന് എത്ര ടേം സിമ്പൽ പോസിബിൾ ആണെന്ന് നോക്കാം. അപ്പം W n ഫാക്ടോറിയൽ. n ഫാക്ടോറിയൽ എന്നാൽ പിയിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ കൊള്ളും? 6 ഇലക്ട്രോൺ കൊള്ളും. അപ്പം 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇപ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഫാക്ടോറിയൽ ഇൻറ്റു n-r ഫാക്ടോറിയൽ. n- എന്ന് പറഞ്ഞാൽ 6 - 2 4 ഫാക്ടോറിയൽ. ചെയ്ത് നോക്കാം നമുക്ക്. 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4. 1 ഇൻറ്റു 2 1 ഇൻറ്റു 2 4ഉം 4ഉം 3ഉം 3. പിന്നുള്ളത് 2 ആണ്. 2നെ എത്ര കൊണ്ട് ക്യാൻസൽ ചെയ്തു? 6 കൊണ്ട് ക്യാൻസൽ ചെയ്തു. 3 15. കണ്ടോ? അപ്പം ഒരേ ആൾ തന്നെ ഒരേ രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പക്ഷെ ചെറിയൊരു വ്യത്യാസമാണ്. 2ന് മാത്രം ഒരു വ്യത്യാസം. മൈക്രോസ്റ്റേറ്റ്സ് മാറിയത് കണ്ടോ? നോർമലി നമ്മൾ ആദ്യം എഴുതിയത് ഏതാണ്? നമ്മളുടെ ടേം സിമ്പലാണ്. ടേം സിമ്പലിന് 6 കിട്ടുകയാണെങ്കിൽ അതേ കണക്കുള്ള അറേഞ്ച്മെൻ്റ് ഉള്ള നമ്മളുടെ ഏതിന്? ഇലക്ട്രോണിക് കോൺഫിഗറേഷന് 15 കിട്ടി. അപ്പോൾ ജസ്റ്റ് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ടേം സിമ്പലാണോ അതോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണോ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? ഏത് ഇക്വേഷൻ വേണമെന്ന് ചിന്തിക്കാനായിട്ട്. അപ്പം നമ്മളുടെ മൈക്രോസ്റ്റേറ്റ്സ് ടേം സിമ്പലാണ് തന്നിരിക്കുന്നതെങ്കിൽ 2s+1 ഇൻറ്റു 2l+1. അതേസമയം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n-r ദ ഹോൾ ഫാക്ടർ. സോ നമ്മൾ പുതിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നേക്കാണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ടേം സിമ്പൽ വെച്ചിട്ട് എന്ത് കണ്ടുപിടിച്ചു? മൈക്രോസ്റ്റേറ്റ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ടേം സിമ്പൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കിയേക്കാം. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് നിങ്ങളുടെ 2014 സയന്റിഫിക് ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ തന്നെ എടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ ടേം സിമ്പൽ ഓഫ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് സോഡിയം? സോഡിയത്തിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ ടേം സിമ്പൽ കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്ന എന്തിനാണെന്ന്. അതിന് കാരണം എന്ന് പറയുന്നത് അവിടെ എക്സൈറ്റേഷൻ ഒന്നും പോസിബിൾ അല്ല. അത് നോർമൽ കോൺഫിഗറേഷനിൽ എന്ത് കണ്ടുപിടിക്കുക? നിങ്ങൾ ടേം സിമ്പൽ കണ്ടുപിടിക്കുക. ചില കേസിലൊക്കെ നമുക്ക് എന്തും ചോദിക്കാറുണ്ട്, എക്സൈറ്റഡ് സ്റ്റേറ്റും ചോദിക്കാറുണ്ട്. പക്ഷേ സിമ്പിളി നമുക്ക് എപ്പോഴും എന്തേ ചോദിക്കാറുള്ളൂ? ഗ്രൗണ്ട് സ്റ്റേറ്റ് ചോദിക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നോർമലി ഫസ്റ്റ് നിങ്ങൾക്ക് ടേം സിമ്പലാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ആദ്യം നിങ്ങൾ ടേം സിമ്പൽ എന്താണെന്നൊന്ന് വരച്ചു വെച്ചേക്കാം. ടേം സിമ്പൽ എന്ന് പറയുന്നത് 2s+1 LJ. ഇതാണ് ടേം സിമ്പലിൻ്റെ ഒരു ബേസിക് രൂപം എന്ന് പറയുന്നത്. ആ ബേസിക് രൂപം ആദ്യം മനസ്സിൽ കൊണ്ടുവരാം. എന്നാൽ നിങ്ങൾ രണ്ടാമത് നോക്കേണ്ടത് ഓരോന്നും അസൈൻ ചെയ്തെടുക്കുക. അതിൽ ഫസ്റ്റ് 2s+1, രണ്ടാമത്തത് L, മൂന്നാമത്തത് J. അപ്പോൾ ആദ്യം നമുക്ക് 2s+1 കണ്ടുപിടിക്കാം. അതിൽ എസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, എസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് S=n/2. അതിൽ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ്. അപ്പം ഇതാദ്യം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം സോഡിയത്തിനകത്ത് എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം. അപ്പോൾ സോഡിയത്തിൻ്റെ കോൺഫിഗറേഷൻ എഴുതാൻ നമുക്ക് Na11, 1s2, 2s2, 2p6, 3s1. ഇത് ഇത്രയും എന്തായിരിക്കും? ഓൾറെഡി പെയർ ആയിരിക്കും, ഹൺസ് റൂൾ. പിന്നെ ബാക്കി വരുന്നത് ആര് മാത്രമാണ്? 3s ഒരു ഇലക്ട്രോൺ മാത്രമാണ്. അപ്പം സോഡിയത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണെങ്കിൽ ആ ഒരു ഇലക്ട്രോൺ മാത്രമേ എന്തോ ആയിട്ടുള്ളൂ? അൺപെയ്ഡ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എസിൻ്റെ വാല്യൂ എന്തായിരിക്കും? എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. കാരണം 1 അൺപെയ്ഡ് ഇലക്ട്രോണേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 1/2 ആയിരിക്കും എന്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്? എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 2s+1ൻ്റെ വാല്യൂ എന്തായിരിക്കും? 2s+1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ഇൻറ്റു എസിൻ്റെ വാല്യൂ എത്ര? 1/2. 1/2 + 1 ആയിരിക്കും. എത്ര കിട്ടും നമുക്ക്? 2 എന്ന് കിട്ടും. അപ്പം ഓൾറെഡി നമുക്ക് 2s+1ൻ്റെ വാല്യൂ കിട്ടി എത്ര? 2. അപ്പം എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടോ അതേ ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും എന്തെന്ന് പറയുന്നത്? എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ വേറൊന്നും കൂടെ പറഞ്ഞു തരാം. ഇത് പെയർ ആയിരുന്നെങ്കിലോ എസിൻ്റെ വാല്യൂ എന്ത് വന്നേനെ? 0/2 വന്നേനെ. 0/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണെങ്കിൽ 2sൻ്റെ വാല്യൂ എന്ത് വന്നേനെ? 0 വന്നേനെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് മാത്രം വന്നേനെ? 1 എന്ന് മാത്രം വന്നേനെ. ഓക്കെ, അപ്പോൾ അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ അത് വിട്ടേക്കാം. നമുക്ക് അതല്ല ചോദിച്ചിരിക്കുന്നത്, നമ്മളുടെ നോർമൽ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. സോ n/2. എസിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? അല്ലെങ്കിൽ 2s+1ൻ്റെ വാല്യൂ എത്ര കിട്ടി? 2 കിട്ടി. ബാക്കി എല്ലാം ഞാൻ മായ്ക്കുകയാണ്. താണ്ട് ഇത് മായ്ക്കുകയാണ്.
എന്തുമാത്രം മതി നമുക്ക്? 2s+1ന്റെ വാല്യൂ മാത്രം മതി. അപ്പോൾ നമുക്ക് 2s+1ന്റെ വാല്യൂ കിട്ടി. ഓരോന്നായിട്ട് നമുക്ക് തപ്പിയെടുക്കാം. 2s+1ന്റെ വാല്യൂ കിട്ടി. 2s+1ന്റെ വാല്യൂ എത്ര? 2. ഇനി നമുക്ക് നോക്കേണ്ടത് എല്ലിൻ്റെ വാല്യൂ. എൽ എന്ന് പറയുന്നത് കണ്ടുപിടിക്കേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ ഇരിക്കുന്ന ഓർബിറ്റലിൻ്റെ അതിൻ്റെ ചാർജ് എന്താണോ അതേ ഇൻറ്റു എത്ര ഇലക്ട്രോൺ അതിനകത്തുണ്ടോ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എൽ വാല്യൂ എന്ന് വിളിക്കുന്നത്. 3s1 ആണ് സോഡിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ്. 3s-ല് 1 ഇലക്ട്രോൺ, 0. അതായത് 0 × 1 ആണ് എന്തെന്ന് പറയുന്നത്? എൽ എന്ന് പറയുന്നത്. 0 × 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? 0 ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എസ്സിലായതുകൊണ്ടല്ലേ സാർ 0 വന്നേന്ന്? ആണ്. നമുക്ക് പി കൺസിഡർ ചെയ്ത് നോക്കാം. പിയിൽ എത്ര ഓർബിറ്റലുണ്ട്? 3 ഓർബിറ്റലുണ്ട്. -1, 0, +1. വ്യത്യാസമൊന്നുമില്ല. അടുത്തത് ഡിയും കൂടെ ഞാനൊന്ന് പറഞ്ഞേക്കാം. എന്തായാലും പിയും കൂടെ പറഞ്ഞില്ലേ? ഡിയും കൂടെ ഞാനൊന്ന് പറഞ്ഞേക്കാം. -2, -1, 0, +1, +2. അതായത് ഇലക്ട്രോൺ ഇവിടാണ് ഇരിക്കുന്നതെങ്കിൽ 1 × -2. അങ്ങനെയാണെങ്കിൽ -2 വരും. -2 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എടുക്കണ്ട. മൈനസ് വന്നാലും എന്തായിട്ട് എടുത്താൽ മതി? പ്ലസ് ആയിട്ട് എടുത്താൽ മതി. ഓക്കെ. അപ്പോൾ അത് നമുക്ക് അവിടെ വരുമ്പോൾ പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്? എക്സിൻ്റെ കേസിൽ 0 ആണ്. 0 × 1 ഇലക്ട്രോൺ അവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 0 × 1, അതുകൊണ്ട് 0. എല്ലിൻ്റെ വാല്യൂ 0 വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലിൻ്റെ വാല്യൂ 0 വരുന്ന എപ്പോഴാണ്? എസ് ആകുമ്പോഴാണ്. എല്ലിൻ്റെ വാല്യൂ 0 വരുമ്പോൾ എസ് ആണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്? അതിൻ്റെ ടേം എന്ന് പറയുന്നത്. എല്ലിൻ്റെ വാല്യൂ 1 വന്നു കഴിഞ്ഞാൽ പി ആണ് ടേം. ഓക്കെ. എല്ലിൻ്റെ വാല്യൂ 2 വന്നു കഴിഞ്ഞാൽ ഡി ആണ് ടേം. എല്ലിൻ്റെ വാല്യൂ 3 വന്നു കഴിഞ്ഞാൽ എഫ് ആണ് ടേം. സ്മാൾ ഡി അല്ല കേട്ടോ, ക്യാപിറ്റൽ ഡി ആണ്. സ്മാൾ ഡി എഴുതി വെക്കല്ലേ, ക്യാപിറ്റൽ ഡി. അപ്പോൾ ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എല്ലിൻ്റെ വാല്യൂവും കിട്ടി. എല്ലിൻ്റെ വാല്യൂ എത്ര വന്നു? 0 വന്നു. 0 വന്നാൽ എസ് ആണ് ടേം. അതായത് സബ്ഷെല്ലൊന്നും അല്ല, ടേം ആണ്. അപ്പോൾ നമുക്ക് അതും കിട്ടി. അപ്പോൾ നമുക്ക് എല്ലിൻ്റെ വാല്യൂവും കിട്ടി. ഇതാണ്ട് എല്ലിൻ്റെ വാല്യൂ എത്ര? എസ് ആണ്. അപ്പോൾ നമുക്ക് 2s+1 കിട്ടി, എല്ലിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ഒരാളെയും കൂടെ കണ്ടുപിടിക്കണം. അത് ജെ ആണ്. പുള്ളിക്കാരൻ ഇച്ചിരി പ്രശ്നമാണ് കേട്ടോ. കാരണം പുള്ളിക്കാരനാണ് എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ജെ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ജെ കണ്ടുപിടിക്കുന്നത് സിമ്പിൾ ആട്ടോ. L+S2 L-S ആണ് പുള്ളിയുടെ വാല്യൂ. L+S2 L-S. അപ്പം L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L+S2 L-S ആണ് പുള്ളിയുടെ വാല്യൂ. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ എത്ര? 0 ആണ് അല്ലേ? അപ്പം 0 + എസിൻ്റെ വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടിയത്? 1/2 ആണ് കിട്ടിയത്. അപ്പോൾ 0 + 1/2 to 0 - 1/2 ആണ് പുള്ളിയുടെ വാല്യൂ. അപ്പോൾ 0 + 1/2 ആയാലും 0 - 1/2 ആയാലും വാല്യൂ എത്ര തന്നെ? 1 + 1/2 കിട്ടും, 1 എത്ര കിട്ടും? -1/2 കിട്ടും. ഈ +1/2 ആയാലും -1/2 ആയാലും നിങ്ങൾ എഴുതി തെറ്റിക്കല്ലേ, മോഡുലസ് ഇട്ടിട്ടുണ്ട്. മോഡുലസ് ഇട്ട് കഴിഞ്ഞാൽ +1/2 ആയാലും -1/2 ആയാലും ചാർജ് ഇല്ലാതെ എഴുതിയാൽ മതി. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും കാണിക്കണ്ട. ചാർജ് ഇല്ലാതെ എങ്ങനെ എഴുതാം? 1/2. എല്ലാം കിട്ടി. 2s+1 കിട്ടി, എല്ല് കിട്ടി, എന്തും കിട്ടി, ജെയും കിട്ടി. ജെയുടെ വാല്യൂ എത്ര? 1/2. അപ്പോൾ ജെയും കൂടെ ഞാൻ എഴുതിയേക്കാം. ജെയുടെ വാല്യൂ 1/2. അപ്പോൾ ടേം സിമ്പിൾ എന്തുവാ? 2s+1. അതായത് എസ്, റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ മുകളിൽ 2, റൈറ്റ് സൈഡിൽ താഴെ 1/2. ഇതാണ് ഗ്രൗണ്ട് ടേം സിമ്പിൾ ഓഫ് സോഡിയം. S⁻², 1/2. ഓക്കെ ആണല്ലോ. നമുക്കൊരു ഡിയുടെ കോൺഫിഗറേഷൻ ചെയ്ത് നോക്കാം. കുറച്ച് നമുക്ക് ഇപ്പോൾ ചെയ്ത് നമ്മൾ സോഡിയത്തിൻ്റെ എസിൻ്റെ അല്ലേ, കുറച്ച് എളുപ്പമാണ്. നമുക്ക് ഡിയുടെ ഒരെണ്ണം ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഡിയുടെ മെറ്റൽ ഏതാണെന്നൊന്നും പറയുന്നില്ല. ഡിയുടെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അങ്ങ് തന്നിട്ട് ടേം സിമ്പിൾ അങ്ങ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ D2 എന്ന് പറയുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് എടുക്കുന്നത്. D2, അതായത് ഡിയിൽ 2 ഇലക്ട്രോൺ. ഇതിൻ്റെ കേസിലുള്ള ടേം സിമ്പിൾ എന്തായിരിക്കും? നമുക്ക് നോക്കാം ടേം സിമ്പിൾ എങ്ങനെ വരുമെന്ന്. അപ്പോൾ ടേം സിമ്പിളിൻ്റെ നമ്മളുടെ ജനറൽ റെപ്രസെൻറ്റേഷനൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. 2s+1 LJ ജനറൽ റെപ്രസെൻറ്റേഷൻ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2s+1 ആണ്. അപ്പോൾ D2ൽ എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്? നമുക്ക് ആദ്യം D2 അങ്ങ് വരയ്ക്കാം. വെറുതെ വെച്ച് ഡൗട്ട് അടിപ്പിക്കേണ്ട. D2 അങ്ങ് ആദ്യം വരച്ചേക്കാം. 1, 2, 3, 4, 5 D2 വരച്ചേക്കാം. അപ്പം ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ തൊട്ടടുത്ത് അടുത്ത 2 അൺപെയ്ഡ് ഇലക്ട്രോൺ. പെയറിംഗ് ഒരിക്കലും പോസിബിൾ അല്ല. ഹൺസ് റൂൾ ഒന്നും വയലേറ്റ് ചെയ്ത് കളയരുത്. കറക്റ്റായിട്ട് എഴുതി വെക്കാം. അപ്പോൾ +2, +1, 0, -1, -2. ഞാൻ നേരത്തെ തിരിച്ചായിരുന്നിട്ട് അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. കാരണം ചാർജ് അതിനെ ബാധിക്കത്തേയില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. +1, +2, 0, -1, -2 ഇഷ്ടമുള്ളതാണ് ഇടുക.
2s plus 1 ആണ് ആദ്യം ചെയ്യേണ്ടത്. എസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ഡിവൈഡഡ് ബൈ 2 ആണ്. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ എത്ര? 2 ആണ്. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ 2, അതായത് എസ് ഇസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 2 1 വരും. അങ്ങനെയാണെങ്കിൽ 2s plus 1 എന്ത് വരും? 2 into 1 plus 1 വരും. 2 into 1 plus 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. അപ്പോൾ നമുക്ക് ഒരെണ്ണത്തിന്റെ വാല്യൂ കിട്ടി. ഏതാ? 2s plus 1. അപ്പോൾ നമുക്ക് ഒരെണ്ണത്തിന്റെ വാല്യൂ കിട്ടി. അപ്പം അതിന്റെ വാല്യൂ നമുക്ക് ആദ്യം അങ്ങോട്ട് എഴുതി വെക്കാം. 2s plus 1. 2s plus 1 എത്ര കിട്ടി നമുക്ക്? 3 കിട്ടി. ട്രിപ്ലറ്റ് ആണ്. അടുത്ത നമുക്ക് എൽ വാല്യൂ കണ്ടുപിടിക്കണം. എൽ വാല്യൂ കണ്ടുപിടിക്കണം എന്താ? 1 into plus 2. 1 into plus 2 പ്ലസ് 1 into plus 1. 1 into plus 1. ഈ പ്ലസ് 1 ഒന്നും കാര്യമാക്കണ്ട കേട്ടോ നിങ്ങൾ. 1 into 2 2. 1 into 1 1. 2 plus 1 3 കിട്ടി. എല്ലിൻ്റെ വാല്യൂ എത്ര കിട്ടി? 3 കിട്ടി. എല്ലിൻ്റെ വാല്യൂ 3 വന്നാൽ ഏതാ സിമ്പിള്? എസ് ആണ്. 0 വന്നു കഴിഞ്ഞാൽ എസ് സിമ്പിളാണ്, സബ്ഷലൊന്നും അല്ലേ. 0 വന്നു കഴിഞ്ഞാൽ എസ് ആണ്. എൽ വന്നു കഴിഞ്ഞാൽ 1 ആണ്. ഡി വന്നു കഴിഞ്ഞാൽ 2 ആണ്. ഈ എഫ് വന്നാലാണ് 3. വെറും എഫ് അല്ല, ക്യാപിറ്റൽ എഫ്. അപ്പം നമുക്ക് കിട്ടി. അപ്പം അതും നമുക്ക് കിട്ടി. നോക്കിക്കോ, എല്ലിൻ്റെ വാല്യൂ എത്ര വന്നു? 3 വന്നു. അതുകൊണ്ട് ടേം ഏതാ? എഫ്. ഇനി നമുക്ക് ഒരെണ്ണങ്ങളെ കണ്ടുപിടിച്ച് നമ്മൾ ടേം സിമ്പൽ കംപ്ലീറ്റ് ആയി. ജെ നോക്കാം. ജെയുടെ വാല്യൂ എവിടെ മുതൽ എവിടം വരാ? എൽ പ്ലസ് എസ് ടു എൽ മൈനസ് എസ്. ആദ്യം നമുക്ക് എല്ലിൻ്റെ വാല്യൂ നോക്കാം. എല്ലിൻ്റെ വാല്യൂ 3. എസിൻ്റെ വാല്യൂ എത്ര വന്നായിരുന്നു? 2/2 1 വന്നായിരുന്നു, അതായത് 3. അപ്പോൾ 3 plus 1 2 എവിടം വരാം? 3 minus 1 വരാം. ഓക്കെ, 3 plus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4. 3 minus 1 എന്ന് പറഞ്ഞാൽ 2. 2നും 4നും ഇടയ്ക്ക് ഒരു വാല്യൂ കൂടെ ഉണ്ട്, 3. അപ്പം 2 3 4 ഇങ്ങനെ 3 വാല്യൂസ് ആണ് ആർക്ക് വരുന്നത്? ജെയ്ക്ക് വരുന്നത്. അതും നമുക്ക് എഴുതി വെക്കാം. അപ്പം ജെയ്ക്ക് നമുക്ക് 3 വാല്യൂ കിട്ടി. ബാക്കി എല്ലാം ഞാനങ്ങ് വായിക്കാണ്. ജെയ്ക്ക് നമുക്ക് 3 വാല്യൂ കിട്ടി. ഏതൊക്കെയാ? 2 3 4. അപ്പം നമുക്ക് ടേം സിമ്പിൾ എഴുതാം. ക്യാപിറ്റൽ എഫ് അതാണ് ഏത്? എൽ വാല്യൂ. 2s plus 1ന്റെ സ്ഥാനത്ത് 3. 2s plus 1ന്റെ സ്ഥാനത്ത് 3. ജെ വാല്യൂ 3 എണ്ണം വരും. 2 3 4. എന്തായാലും ഒരെണ്ണത്തിനകത്ത് എന്തായാലും ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ലല്ലോ 2 3 4. അപ്പോൾ ഈ 3 വാല്യൂസിൽ ഏത് വാല്യൂസ് എടുക്കും? അത് നോക്കാനായിട്ട് നിങ്ങൾ D2 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് നോക്കുക. ഇത് ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ ഏറ്റവും ചെറിയ വാല്യൂ എടുക്കണം. മോർ ദാൻ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ ഏറ്റവും വലിയ വാല്യൂ എടുക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും ലെസ് ദാൻ ഹാഫ് ഫിൽഡും അല്ല മോർ ദാൻ ഹാഫ് ഫിൽഡും അല്ല, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു കോൺഫിഗറേഷൻ എന്തായാലും പോസിബിൾ അല്ല. അപ്പോൾ ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ എന്തെടുക്കുക? ചെറിയ വാല്യൂ എടുക്കുക. മോർ ദാൻ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ എന്തെടുക്കുക? വലിയ വാല്യൂ എടുക്കുക. അപ്പോൾ ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആയതുകൊണ്ട് തന്നെ ചെറിയ വാല്യൂ ആയി എത്ര എടുക്കുക? 2 എടുക്കുക. ഇതാണ് എന്താ? D2 എന്ന് പറയുന്നതിൻ്റെ ടേം സിമ്പിൾ എന്ന് വിളിക്കുന്നത്. F32. ക്ലിയർ? നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2016 സയന്റിഫിക് ഓഫീസർ കേരളയിൽ തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ നമ്പർ 64 സ്പിൻ ഒൺലി മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താ സാർ സ്പിൻ ഒൺലി എന്ന് പറയുന്നത്? മാഗ്നറ്റിക് മൊമെന്റ് നമുക്ക് 3 ടൈപ്പിലുണ്ട്. സ്പിൻ ഒൺലി ഉണ്ട്, പിന്നെ അത് കണക്ക് തന്നെ ആംഗുലാർ മൊമെന്റം ഉണ്ട്, പിന്നെ അത് കണക്ക് തന്നെ സ്പിന്നും ആംഗുലാർ മൊമെന്റും കൂടെ ചേർന്ന് വരുന്നുണ്ട്. പക്ഷേ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കേസിൽ സ്പിൻ ഒൺലി മാത്രമേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ ചോദിക്കും ഇത് 3ഉം കൂടെ വരുന്ന ഒരാളുണ്ടോ? ഉണ്ട്. നമ്മളുടെ എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഇല്ലേ? എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഫുള്ള് ഇവർ രണ്ടുപേരും ചേർന്ന് വരുന്നതാണ്, ലാന്തനൈഡ്സും ആക്ടിനൈഡ്സും. നമുക്ക് ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ് തന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ സ്പിൻ ഒൺലി മാഗ്നറ്റിക് മൊമെന്റ് എന്ന് തന്നെ ചോദിച്ചേക്കുന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്യാം അത് എങ്ങനെയാണ് സ്പിൻ ഒൺലി മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കുന്നത്. മാഗ്നറ്റിക് മൊമെന്റ് മ്യൂ സ്പിൻ ഒൺലി ആണെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് മ്യൂ ഇസ് ഈക്വൽ ടു √(n × n+2 ബോർ മാഗ്നറ്റോൺ). എന്തുവാ ഈ n × n+2? അതിൽ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം മാംഗനീസിൽ എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെന്ന്. പക്ഷേ ഇതൊരു കോംപ്ലക്സ് ആണ്, കോർഡിനേഷൻ കോംപ്ലക്സ് ആണ്. കോർഡിനേഷൻ കോംപ്ലക്സിൽ സെൻട്രൽ മെറ്റൽ അയോണിന് ചാർജ് ഉണ്ട്. ആ ചാർജ് വെച്ചിട്ട് വേണം മാംഗനീസിൽ എത്ര നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. നമുക്ക് അതിലോട്ട് പോവാം. അപ്പോൾ എത്ര നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് മാംഗനീസിൽ ഉണ്ടെന്ന് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മാഗ്നറ്റിക് മൊമെന്റ് നമുക്ക് കണ്ടുപിടിക്കാം. സിമ്പിൾ ചെയ്ത് നോക്കാം, അധികം സ്ട്രെയിൻ ഒന്നും എടുക്കണ്ട. Mn En ചാർജ് 0 ആണ്. En അങ്ങനെ പ്രത്യേകിച്ച് ചാർജ് ഒന്നും കാണിക്കില്ല. ക്ലോറിൻ്റെ ചാർജ് എന്ന് പറയുന്നത് -1 ആണ്. എത്ര ക്ലോറിൻ? 2 ക്ലോറിൻ. അപ്പം -2. അങ്ങനെയാണെങ്കിൽ ഈ ഹോൾ കോർഡിനേഷൻ കോമ്പൗണ്ട് 0 അല്ലേ? അങ്ങനെയാണെങ്കിൽ -2 ഒരു സൈഡിൽ വന്നാൽ മെറ്റലിൻ്റെ ചാർജ് എന്തായിരിക്കും? +2 ആയിരിക്കും. അപ്പോൾ മാംഗനീസിൻ്റെ ചാർജ് +2.
അപ്പോൾ Mn+2 മാത്രം നമ്മൾ എടുത്താൽ മതി, വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ആ മെറ്റലും മെറ്റലിന്റെ ചാർജും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ പരിസരത്തോട്ടേ പോകണ്ട, ആ Mn2+ ഇങ്ങോട്ട് എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, Mn2+ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് നോക്കുക. Mn2+ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുമ്പോൾ 4s2 3d5 വരും. 4s2 ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. 4s2 3d5 വരും. 4s2 3d5 വന്നു കഴിഞ്ഞാൽ Mn2+ ആണ്. D5 നിന്ന് പോവോ S2 നിന്ന് പോവോ? മണ്ടത്തരം കാണിച്ച് വെക്കരുത്. S2 നിന്ന് മാത്രമേ പോകൂ. കാരണം എനർജിയിൽ മുമ്പേ ഫില്ല് ചെയ്യുന്നെങ്കിലും, ഹാഫ് ബാർ റൂൾ വെച്ചിട്ട് എനർജിയിൽ മുമ്പേ ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിലും ആക്ച്വലി ഔട്ടർ മോസ്റ്റ് ഓർബിറ്റൽ ആര് തന്നെയാണ്? 4s തന്നെയാണ്. അപ്പോൾ ഇലക്ട്രോൺ പോകുന്നത് 4s നിന്ന് തന്നെയായിരിക്കും. അല്ലാതെ ഹാഫ് ബാർ പ്രിൻസിപ്പിൾ വെച്ചിട്ട് എനർജിയുടെ ഓറിൽ 4s ആണ് 3D കാട്ടി മുന്നിലെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, ഡിയിൽ നിന്ന് കളഞ്ഞേക്കരുത്. എപ്പോഴും എവിടെ നിന്ന് കളയാവോ? 4s നിന്ന് കളയാവോ. പിന്നെ 3Dയിൽ എത്ര എണ്ണം? 5 എണ്ണം. 3Dയിൽ 5 വന്നു കഴിഞ്ഞാൽ എല്ലാം എന്തായിരിക്കും? 1 2 3 4 എല്ലാം എന്തായിരിക്കും? അൺപെയർ ആയിരിക്കും. ഒന്നും പെയർ ചെയ്യില്ല. കാരണം പെയർ ചെയ്യാൻ വേണ്ടി പെയറിംഗ് ഉള്ള ആൾക്കാരില്ല. അതുകൊണ്ട് എന്നിന്റെ എണ്ണം എത്ര ആയിരിക്കും? 5 ആയിരിക്കും. അപ്പം മ്യൂ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. മ്യൂ = √5 ഇൻറ്റു എന്നിന്റെ വാല്യൂ എത്ര? 5. 5 ഇൻറ്റു 5 + 2. 5 × എത്ര? 7. 7 5 എത്ര? 35. √35 വരും. √35 നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ ആൻസർ ചെയ്തു 5.9 സംതിങ് കിട്ടും. കാരണം √36 എന്ന് പറഞ്ഞാൽ 6 അല്ലേ? അപ്പോൾ √35 എന്ന് പറയുമ്പോൾ 5.9 സംതിങ് വരും. അത്രയും എന്താ? ബോർ മാഗ്നറ്റോൺ. സിമ്പിൾ. അപ്പം എങ്ങനെയാണ് സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ആദ്യം കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ആ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ മെറ്റലിന്റെ ചാർജ് അങ്ങോട്ട് കണ്ടുപിടിച്ച് വെച്ചിട്ട് √n × n+1 എന്ന് പറയുന്ന ഇക്വേഷനോട് അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് വിടുക. എന്നിട്ട് ആൻസർ കണ്ടുപിടിച്ച് കറക്കി കുത്തി വെക്കുക. തീർന്നു. അപ്പോൾ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് അങ്ങനെ എളുപ്പത്തിൽ ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിറൈവ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. സിമ്പിൾ ട്രിക്കിലൂടെ, സിമ്പിൾ ഇക്വേഷൻസിലൂടെ ഒരുപാട് ബൾക്കിനെസ് വരുത്താതെ നമുക്ക് സിമ്പിളി എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. പുതിയൊരു ഓർഗാനിക്കിന്റെ ക്വസ്റ്റ്യനുമായിട്ട് വന്നേക്കാണ്. സോ നമ്മൾ ഇത്രയും നേരം ചെയ്തത് നിങ്ങൾക്ക് തോന്നും എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ എന്നാലും നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് കൺഫ്യൂസിംഗ് ആവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിനി എന്തായാലും ഓർഗാനിക്കിൽ H1NMR പോകാം. എല്ലാവർക്കും ഏറ്റവും പ്രശ്നം തോന്നുന്ന H1NMR ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ സോൾവ് ചെയ്യാൻ പോവുകയാണ്. സോ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. സെയിം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ PSCയുടെ 2016 സയന്റിഫിക് ഓഫീസാണ് ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 73. ഡൗട്ടുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. ഐഡന്റിഫൈ ദ ഓർഗാനിക് കോമ്പൗണ്ട് വിച്ച് ഷോസ് സെപ്റ്ററ്റ്. അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സെപ്റ്ററ്റ്. സെപ്റ്ററ്റ് എന്ന് പറഞ്ഞാൽ 7 എണ്ണം വരും. സെപ്റ്ററ്റ് എന്ന് പറയുമ്പോൾ 7 എണ്ണം വരണമെങ്കിൽ അതിന് ചുറ്റും 7 പ്രോട്ടോൺസ് കാണണം. അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. സെപ്റ്ററ്റ് എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് അയാളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന അയാളുടെ കോണ്ടാക്റ്റിൽ വരുന്ന ആളുടെ അടുത്ത് 7 പ്രോട്ടോൺസ് ഉണ്ടായിരിക്കും. 7 പ്രോട്ടോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ 6 പ്രോട്ടോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ 7 അല്ല 6 പ്രോട്ടോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ n+1 വെച്ചിട്ട് 7 കിട്ടൂ, അല്ലെങ്കിൽ സെപ്റ്ററ്റ് കിട്ടൂ. അപ്പോൾ അത് നമുക്ക് കിട്ടി. അപ്പം എവിടെയോ ഒരു സെപ്റ്ററ്റ് വരുന്നുണ്ട്. അതെവിടാ? 1.5 ppm. ഞാനിപ്പോൾ എന്ത് നോക്കുന്നില്ല, ആ കെമിക്കൽ ഷിഫ്റ്റിന്റെ വാല്യൂസ് അതിനെപ്പറ്റി ചിന്തിക്കുന്നതേ ഇല്ല. നമ്മൾ കെമിക്കൽ ഷിഫ്റ്റിന്റെ വാല്യൂസ് നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് ടൈം പോകത്തേ ഉള്ളൂ. അപ്പോൾ കെമിക്കൽ ഷിഫ്റ്റ് അങ്ങ് വിട്ടേക്കാം. ഞാൻ ഈ കെമിക്കൽ ഷിഫ്റ്റ് നോക്കത്തേ ഇല്ല കേട്ടോ, എനിക്കത് ആവശ്യമില്ല, ഞാനത് നോക്കത്തില്ല. ഞാൻ സിമ്പിളി അല്ലാതെ സെപ്റ്ററ്റും ഡബ്ലറ്റും വെച്ചിട്ട് സിമ്പിളി ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പോവാം. അടുത്തത് അവർ പറഞ്ഞിരിക്കുന്നത് ഡബ്ലറ്റ് ആണ്. അതായത് ഡബ്ലറ്റ് കാണിക്കണമെങ്കിൽ അയാളുടെ അടുത്ത് ഒരു പ്രോട്ടോണെ കാണാവൂ. അതായത് അയാളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ആൾക്ക്, ഏറ്റവും അടുത്ത് കോണ്ടാക്റ്റിൽ വരുന്ന ആൾക്ക് ഒരു പ്രോട്ടോണെ കാണാവൂ, എങ്കിൽ മാത്രമേ ഡബ്ലറ്റ് വരുത്തുള്ളൂ. ഡബ്ലറ്റ് അറൗണ്ട് 0.9 ppm എനിക്ക് വേണ്ട. 0.9 ppm എനിക്ക് വേണ്ട. 1.5 ppm എനിക്ക് വേണ്ട. അപ്പം നമുക്ക് നോക്കാം. സെപ്റ്ററ്റ് വരണമെങ്കിൽ അയാളുടെ കൂടുള്ള പ്രോട്ടോൺ അല്ലെങ്കിൽ ആ പ്രോട്ടോണിന്റെ കൂടുള്ള കാർബണുമായിട്ട് എത്ര ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തേക്കണം? 6 ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തേക്കണം. ഒരിക്കലും 6 ഹൈഡ്രജൻ അങ്ങനെ അറ്റാച്ച് ചെയ്യുന്നത് പോസിബിൾ അല്ല. കാരണം എന്താ? 6 ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് കോമ്പൗണ്ടാ? അങ്ങനെ ഒരു കോമ്പൗണ്ടേ പോസിബിൾ അല്ല. ഒന്നില്ലെങ്കിൽ എന്താ, 1 കാർബണും 3 പ്രോട്ടോണും, അതിന്റെ കൂടെ തന്നെ അടുത്ത കാർബണും 3 പ്രോട്ടോണും. ഇങ്ങനെ വന്നാൽ മാത്രമേ സെപ്റ്ററ്റ് ആവും. എങ്കിൽ മാത്രമേ ഇയാൾക്ക് എന്താ 3 + 3 6 പ്രോട്ടോൺ, 6 + 1 ഈ CHന് എന്ത് കിട്ടൂ? 7 സെപ്റ്ററ്റ് അല്ലെങ്കിൽ 7 പീക്ക് അല്ലെങ്കിൽ സെപ്റ്ററ്റ് ഇൻ H1NMR കിട്ടും. അപ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് സെപ്റ്ററ്റ് ആണെങ്കിൽ ആ കോമ്പൗണ്ടിനോടൊപ്പം 6 പ്രോട്ടോൺസ് അറ്റാച്ച് ചെയ്തിരിക്കണം. അപ്പോൾ 6 പ്രോട്ടോൺസ് അറ്റാച്ച് ചെയ്തേക്കുന്ന എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കി. ഓ പ്രശ്നമാണല്ലോ, ഇവിടെ എല്ലാം വല്ലാത്ത രീതിയിലാണല്ലോ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കേണ്ട. നമുക്ക് അടുത്തതും കൂടെ ഒന്ന് നോക്കിയേക്കാം. അടുത്തത് ഡബ്ലറ്റ് ആണ് പറഞ്ഞേക്കുന്നത്. ഡബ്ലറ്റ് പറയണമെങ്കിൽ ഇത് എവിടെയോ, അതായത് സെപ്റ്ററ്റിന്റെ കൂടെ അറ്റാച്ച് ചെയ്തേക്കുന്ന എവിടെയോ എന്തേ വരാവുള്ളൂ? ഒരു ഹൈഡ്രജനെ വരാവുള്ളൂ.
ഒരു ഹൈഡ്രജൻ വന്നാൽ മാത്രമേ നമുക്ക് ഡബ്ലറ്റ് പറയാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഐഡിയ മനസ്സിൽ വെച്ചേക്കുക, സെപ്റ്ററ്റും ഡബ്ലറ്റും. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇത് വെച്ചിട്ട് നമ്മൾ ആൻസർ ഉണ്ടാക്കുകയല്ല, ഓപ്ഷനിൽ നിന്ന് ഇതും വെച്ച് കമ്പയർ ചെയ്തിട്ട് ആൻസറിലോട്ട് പോവുകയാണ്. എങ്കിലും നമുക്ക് എളുപ്പത്തിൽ കിട്ടും. ഓക്കെ, അല്ല നിങ്ങൾ ഈ പീക്ക് 0.9 ppm 0.1.5 ppm ഒക്കെ അങ്ങ് മനസ്സിൽ നിന്ന് കളഞ്ഞേക്കാം. എന്നിട്ട് ഞാൻ പറയുന്ന രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കാം, കിട്ടുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നമുക്ക് ഓരോന്നും എടുത്തു വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. ആദ്യത്തേത് ഇത് തന്നെ ഞാൻ എടുക്കാം. ബെൻസീനാണ്. ബെൻസീനിൻ്റെ ഒരവിടെ C ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് CH3. ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ. ഓക്കെ, ഇവിടെ സെപ്റ്ററ്റ് കിട്ടാൻ വല്ല ചാൻസും ഉണ്ടോ? ഈ കാർബണിന് സെപ്റ്ററ്റ് കിട്ടുമോ? ഓ, പ്രശ്നമാണ്, പാടാണ്. സെപ്റ്ററ്റ് കിട്ടില്ല. ഇയാൾക്ക് കിട്ടുമോ? ഇയാൾക്കും സെപ്റ്ററ്റ് കിട്ടാൻ ഒരു ചാൻസും ഇല്ല, അല്ലേ? ഇവിടെ 5 എണ്ണേ ഉള്ളൂ, 5 എണ്ണത്തിനോട് ഒന്ന് കൂട്ടിയാലും 6 വരുന്നുള്ളൂ. സെപ്റ്ററ്റ് കിട്ടത്തില്ല. ഇയാൾക്കും സെപ്റ്ററ്റ് കിട്ടത്തില്ല, കാരണം ഇയാളുമായിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്ന ആൾക്ക് കാർബൺ ഇല്ല. അതുകൊണ്ട് അയാൾക്കും സെപ്റ്ററ്റ് കിട്ടില്ല. വേണമെങ്കിൽ ഈ കാർബൺ ഇൻഫ്ലുവൻസ് വരാം. നിങ്ങൾ പറയുന്നു ഈ കാർബൺ ഇൻഫ്ലുവൻസ് വരുമെന്ന്. വരാം, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എന്നാലും ഒരെണ്ണമല്ലേ വരത്തുള്ളൂ. ഒരു പ്രോട്ടോൺ ഉണ്ടെങ്കിൽ 2 പീക്കേ കിട്ടും. അപ്പോൾ ഇതിനകത്ത് സെപ്റ്ററ്റ് കിട്ടാനുള്ള ഒരു ചാൻസും ഇല്ല. ഇയാൾക്ക് സെപ്റ്ററ്റ് കിട്ടുമോ? ഇയാൾക്ക് സെപ്റ്ററ്റ് കിട്ടാൻ ഒരു ചാൻസും ഇല്ല. ഇയാൾക്ക് സെപ്റ്ററ്റ് കിട്ടണമെങ്കിൽ ഇയാളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് എത്ര പ്രോട്ടോൺ കാണണം? 6 പ്രോട്ടോൺസ് കാണണം. ഇല്ല, 6 പ്രോട്ടോൺസിന്റെ ഐഡിയ ഇല്ല. അതുകൊണ്ട് ഇയാൾക്കും സെപ്റ്ററ്റ് കിട്ടില്ല, ഇയാൾക്കും കിട്ടില്ല, ഇയാൾക്കും കിട്ടില്ല. ഇയാൾക്ക് കിട്ടുന്ന എത്രയായിരിക്കും? ഈ 2 പ്രോട്ടോണിന്റെ എഫക്റ്റ് വെച്ചിട്ട് 3 പീക്കായിരിക്കും കിട്ടുന്നത്. ഇയാൾക്കും ഇതിന്റെ 2ന്റെ എഫക്റ്റ് വെച്ചിട്ട് 3 പീക്കായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ ഒന്നാമത്തെ കോമ്പൗണ്ടിന് സെപ്റ്ററ്റ് കിട്ടാൻ ഒരു ചാൻസും ഇല്ല. അപ്പോൾ ഒന്നാമത്തെ അങ്ങ് വിട്ടേക്കുക. ഒന്നാമത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. നമുക്ക് രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തത് C2H5COCH3. അപ്പം ഞാൻ ഇങ്ങനെ എഴുതുന്നു, CH3 CH2 COCH3. ഓക്കെ, ഇയാളുടെ പീക്ക് എത്രയായിരിക്കും? ഇത് 2 ഹൈഡ്രജൻ ഉണ്ട്. 2 ഹൈഡ്രജൻ ചേർന്ന് ഇയാളുടെ പീക്കിനെ എത്ര ആക്കി മാറ്റും? 3 ആക്കി മാറ്റും. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ ഉണ്ട്. 3 ഹൈഡ്രജൻ ഇയാളുടെ പീക്കിനെ എത്ര ആക്കി മാറ്റും? 4 ആക്കി മാറ്റും. ഇവിടെ എന്ത് തന്നെ കിട്ടത്തുള്ളൂ? സിംഗിളായിട്ട് തന്നെ കിട്ടും, കാരണം തൊട്ടടുത്ത കാർബണിൽ ഹൈഡ്രജൻ ഇല്ല. ഇവിടെയും എന്തില്ല? സെപ്റ്ററ്റ് ഇല്ല. അപ്പം ഇതുമല്ല. കണ്ടോ, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. 2 ഹൈഡ്രജൻ ഈ ഒരു 3 ഹൈഡ്രജൻ എത്രയാക്കി മാറ്റും? 3 ആക്കി മാറ്റും. ഈ 3 ഹൈഡ്രജൻ ഈ 2 ഹൈഡ്രജൻ എത്രയാക്കി മാറ്റും? 4 ആക്കി മാറ്റും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ 2 ഹൈഡ്രജനോ സാർ? ഈ 2 ഹൈഡ്രജൻ സെയിം കെമിക്കൽ എൻവയോൺമെന്റിലാണ്. സെയിം കെമിക്കൽ എൻവയോൺമെന്റിലായിട്ടുള്ള പ്രോട്ടോൺ ഒന്നും സ്പ്ലിറ്റിങ്ങിൽ പങ്കെടുക്കില്ല. ഓക്കെ, അപ്പം അതും കഴിയും. അപ്പം അത് രണ്ടും അല്ല. അപ്പം ഇതുമല്ല. നമുക്ക് ഇതൊന്ന് നോക്കിയേക്കാം. ഇത് ഞാൻ ഇങ്ങനെ എഴുതുകയാണ്, CH3 NO2. ഇതിൻ്റെ നോക്കേ, ഈ കാർബണിൻ്റെ ഹൈഡ്രജൻ നോക്കേ. ഈ കാർബണിൻ്റെ ഹൈഡ്രജനെ ഇവിടെ രണ്ടുപേരും സ്പ്ലിറ്റ് ചെയ്യില്ലേ? എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്യും? 3 + 3 6. കിട്ടിപ്പോയി. 6 + 1 7 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. സെപ്റ്ററ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. പോരാ, ഡബ്ലറ്റും കൂടെ കിട്ടുന്നുണ്ടോ നോക്കണം. ഈ കാർബണിന് എത്ര പ്രോട്ടോൺ? 1 പ്രോട്ടോൺ. ആ പ്രോട്ടോൺ ഈ 2 കാർബണും സെയിം കെമിക്കൽ എൻവയോൺമെന്റിലല്ലേ? ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഒറ്റ പീക്ക് കിട്ടും. ആ ഒറ്റ പീക്കിനെ തൊട്ടടുത്തുള്ള കാർബണിലെ ഹൈഡ്രജൻ എത്രയാക്കി മാറ്റും? 2 ആക്കി മാറ്റും. ആൻസർ കിട്ടി. സെപ്റ്ററ്റും കിട്ടി, ഡബ്ലറ്റും കിട്ടി. ഓപ്ഷൻ സി ആണ് ആൻസർ. നമ്മൾ പീക്ക് നോക്കിയില്ല, കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂസ് ഒന്നും നോക്കാതെ ഡബ്ലറ്റും സിംഗിളറ്റും മാത്രം മനസ്സിൽ വെച്ചിട്ട് ആൻസർ കണ്ടുപിടിച്ചു. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഡിയിലോട്ട് നോക്കാം. ഇനി ഓപ്ഷൻ ഡി അങ്ങനെ ആയാലോ, 2 ആൻസർ വന്നു കഴിഞ്ഞാലോ? ഓപ്ഷൻ ഡിയും കൂടെ നോക്കിയേക്കാം. CH3 CH2 NO2 ഒരു ചാൻസും ഇല്ല. കാരണം എന്താ? ഇവിടുത്തെ 3 ഹൈഡ്രജനെ ഈ 2 ഹൈഡ്രജൻ എത്രയാക്കി മാറ്റും? 3 ആക്കി മാറ്റും. ഇവിടുത്തെ 2 ഹൈഡ്രജനെ ഈ 3 ഹൈഡ്രജൻ എത്രയാക്കി മാറ്റും? 4 ആക്കി മാറ്റും. സെപ്റ്ററ്റും ഡബ്ലറ്റും വരാൻ ഒരു ചാൻസും ഇല്ല. സോ ഓപ്ഷൻ സി ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത്. സിംപിളി നമ്മൾ കെമിക്കൽ ഷിഫ്റ്റ് ഒന്നും കാണാതെ പഠിച്ചു പോലും വെക്കാതെ എന്ത് ചെയ്തു? സിമ്പിളായിട്ട് ആ സെപ്റ്ററ്റും ഡബ്ലറ്റും മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ഓപ്ഷനിൽ നിന്ന് സിമ്പിളായിട്ട് ആൻസർ കണ്ടുപിടിച്ചു. ആ കെമിക്കൽ ഷിഫ്റ്റ് ഒന്നും കാണാതെ പഠിക്കുക വേണ്ട. ഇതേ കണക്ക് ഒരുപാടെണ്ണം നമ്മൾ ഇതേ രീതിയിൽ ഇതേ കണക്ക് സെപ്റ്ററ്റും ഡബ്ലറ്റും മാത്രം വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യും. കെമിക്കൽ പീക്ക് ഒന്നും കാണാതെ പഠിക്കുകയേ വേണ്ട.